പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് റോമ 8:1. അതിമനോഹരമായ ഒരു വാഗ്ദാനത്തെക്കുറിച്ചാണ് ഇവിടെ നാം കാണുന്നത്. ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഈ വാക്കുകൾ എത്ര ആശ്വാസകരമാണ്! നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും പരാജയങ്ങളും തെറ്റുകളും വരുത്താറുണ്ട്. ചിലപ്പോൾ നാം ചെയ്ത തെറ്റുകൾ നമ്മെ വല്ലാതെ വേദനിപ്പിക്കുകയും ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പോലും സംശയിച്ചു പോവുകയും ചെയ്യും. എന്നാൽ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഇനി ഭയപ്പെടേണ്ടതില്ല എന്നാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഭയപ്പെടേണ്ടതില്ലാത്തത്? കാരണം യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കായി ക്രൂശിൽ മരിച്ചു. അവൻ നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തു, നമ്മെ അനുരഞ്ജനപ്പെടുത്തി. യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നത് പോലെ, ദൈവം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിച്ചവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നമുക്ക് നൽകിയെന്ന്. ഇതിനർത്ഥം നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മെ തന്റെ മക്കളായി സ്വീകരിക്കുകയും ചെയ്യുന്നു. നമുക്ക് നിത്യജീവൻ എന്ന വാഗ്ദാനം ലഭിക്കുന്നു. എന്നാൽ ഇത് വെറുമൊരു വാഗ്ദാനം മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഫിലിപ്പിയർ 4:6 പറയുന്നത് പോലെ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും യാചനയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുക. നിങ്ങളുടെ ഭാരങ്ങളെല്ലാം അവനിൽ സമർപ്പിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് സമാധാനം നൽകും. അനുരഞ്ജനപ്പെടേണ്ടതിൻ്റെയും യേശുക്രിസ്തുവിലൂടെയുള്ള മോചനത്തിൻ്റെയും പ്രാധാന്യം നാം മനസ്സിലാക്കണം. ഈ നിമിഷം മുതൽ നാം വിശുദ്ധിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. 1 യോഹന്നാൻ 1:9 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. അതിനാൽ നമ്മുടെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിക്കാം. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും, എവിടെയാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിലും, അവിടുന്ന് നിങ്ങളെ കൈവിടുകയില്ല. നിങ്ങളുടെ ഹൃദയം തുറന്ന് കർത്താവിൽ വിശ്വസിക്കുക. അവിടുന്ന് നിങ്ങളെ അത്ഭുതപ്പെടുത്തുകയും നിങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റുകയും ചെയ്യും.